ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉണ്ടക്കണ്ണിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. കാറ്റും മഴയും പുറത്ത് നല്ല മഴയാണ്. ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ല കാറ്റും മഴയും ഒക്കെയാണ്. നല്ല രാത്രി തുടങ്ങിയ മഴയാണ്. അപ്പോൾ മീൻകാരൻ ഇന്ന് കറി വയ്ക്കുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ മീൻകാരൻ 2 തെരണ്ടി കൊണ്ടുവന്ന് തന്നു. 2 ചെറിയ തെരണ്ടി. അപ്പോൾ വിചാരിച്ച് അത് വെച്ച് വറുത്തരച്ച് നല്ലൊരു കറി വയ്ക്കാൻ. അങ്ങനെ മീൻ കണ്ടിച്ച് വളരെ കഷ്ടപ്പെട്ടായത് കണ്ടിച്ചെടുത്തത്. കണ്ടിച്ച് കൊണ്ടുവച്ചു. ഇനി ഇത് വറുക്കാൻ, അതിന് വേണ്ടി അരപ്പ് വറുക്കാനുള്ളത് എടുക്കാം. നമുക്ക് തേങ്ങയും 5-6 കൊച്ചുള്ളിയും കുറച്ച് കുരുമുളകും കുറച്ച് ഉലുവയും എല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് വറുക്കാം. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുക്കാം. പുറത്ത് നല്ല മഴയാണ്. അതേ കണക്ക് അകത്ത് തേങ്ങ നല്ല മൂക്കുന്നതിൻ്റെ നല്ല മണം. തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ നല്ലൊരു മണമുണ്ടല്ലോ. വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഇട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി തീ താത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 3 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി അതും 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ്. നല്ലതുപോലെ പൊടിച്ച് അരച്ച് എടുത്തുകൊണ്ട് വരാം. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മീൻ കിട്ടുന്ന സമയത്ത് വളരെ രുചിയാണ്. നല്ല രുചിയുള്ളൊരു മീൻ കറിയാണ്. വറുത്തരച്ച് നല്ലൊരു കറിയാണ്. അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് ചട്ടിയിലേക്ക് ഒഴിക്കാം. ചട്ടിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ കലക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് അതിട്ട് കൊടുക്കാം. എന്നിട്ടിവിടെ 2 പീസ് വടക്കംപുളി അതും ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടിട്ട് നല്ലതുപോലെ തിളച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുക്കും. കുറച്ച് ഒരു ശകലം കരിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. അതുപോലെ തിളച്ച്
നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി തിളച്ച് വരികയാണ്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. മീനിൻ്റെ കഷ്ണം ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ടാലും നല്ല മണവും രുചിയുമാണ്. നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കാം. കറി നല്ലതുപോലെ തിളച്ച് തീ താത്ത് വയ്ക്കാം. കണ്ടല്ലോ, നല്ലതുപോലെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ കറി, നല്ല വറുത്തരച്ച നല്ല തെരണ്ടി മീൻ കറിയും കൂട്ടി ഈ തണുപ്പത്ത് നല്ലതുപോലെ ചോറും കഴിച്ച് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാം. ഇപ്പോൾ ഉണ്ടാക്കാൻ പോയിട്ട് വരട്ടെ. ബായ്.